പല ആൾക്കാരും അവരുടെ പാർട്ട്നേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ്. ചുണ്ടുകൾ. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ചുണ്ടിനൊരു ഭംഗി വെക്കാമെങ്കിൽ എനിക്കൊരു കാമുകനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാമുകിയുണ്ട്, എന്റെ ചുണ്ടുകൾ ഭയങ്കര ഭംഗിയായിരിക്കണം. അത് അങ്ങനെയാണ് അവരുടെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഉണ്ടാക്കാൻ. അവരുടെ ലിപ്പിന് കാണാൻ ഭയങ്കര ഇതാണ്. നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ലിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആളിനെ നോക്കുന്ന സമയത്ത് ആളുടെ ലിപ്പായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത്. വയസ്സാവും തോറും ഇതിങ്ങനെ താഴ്ത്തോട്ട് വരും. താഴ്ത്തോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഫോൾഡ് കൂടിക്കൊണ്ടിരിക്കും. ആ ഫോൾഡിന്റെ ഇതിവിടെ ഫുൾനെസ് വരുമ്പോൾ ആ ഫോൾഡ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമായി തോന്നും. മാക്സിമം നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഹാവ് ബീൻ കിൽഡ് ബൈ പേഷ്യൻസ് ആഫ്റ്റർ റൈനോപ്ലാസ്റ്റി. ചീക്കിന് കുറെ കണക്കുകളുണ്ട്. അതായത് സ്ത്രീകൾക്കാണ് മെയിൻലി ചീക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കവിട്. വൈ ഡസ് സംബഡി ലുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ള ക്വസ്റ്റ്യനിൽ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് ലിഫ്റ്റഡ് ലുക്ക് എന്നാണ്. ലിഫ്റ്റഡ് ലുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ കവിള് പൊങ്ങിയിരുന്നു വെച്ചാൽ ഭംഗി കൂടുതലായി തോന്നും. അപ്പൊ കണ്ണ് കഴിഞ്ഞ വെച്ചാൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇസ് ഐബ്രോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ചീക്കാണ്, നാലാമത്തത് ലിപ്പാണ്, അഞ്ചാമത്തത് നോസ് ആണ്. ഇറ്റ് ക്യാൻ ബി നോസ് ആൻഡ് ലിപ്പ് രണ്ടും അടുത്തടുത്താണ്. പിന്നെയാണ് ജോലൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർഹെഡ് വരുന്നത്. ഒരു ആക്ടറാണ്, ആക്ടറിന് എക്സ്പ്രഷൻ വേണമല്ലോ. അപ്പൊ നമ്മൾ ഇത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എക്സ്പ്രഷൻസ് ഒന്നും കിട്ടില്ലല്ലോ, എന്ന് വെച്ചാൽ ചലനം ഉണ്ടാവില്ല. പാർഷ്യൽ ചലനം വെച്ച് ചെയ്യാവുന്ന ടെക്നിക്സ് ഉണ്ട്, അതാണ് യൂഷ്വലി ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് യൂഷ്വലി ബോട്ടോക്സിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആ എക്സ്പ്രഷൻസ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ജോലൈൻ ഇസ് വൺ ഓഫ് ദ ഏരിയസ്. ജോലൈനിൽ പറഞ്ഞ മാതിരി കുറെ ഇൻട്രസ്റ്റ് ജോലൈനിലുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നൊക്കെ മാറി ഇന്ന് സൗന്ദര്യവർദ്ധക സർജറികളുടെ കാലമാണ്. ലിംഗമാറ്റം ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടോ ഒരു മെന്റാലിറ്റി അച്ചീവ് ചെയ്തുകൊണ്ടോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതും ഇന്ന് ശാസ്ത്രീയമായി ശസ്ത്രക്രിയയിലൂടെ നേടുന്ന കാലഘട്ടത്താണ് ജീവിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സന്ദീപാണ്, പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റോളജി സർജൻ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. നമസ്കാരം. നമസ്കാരം. മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റികളിൽ നിന്നാണോ ശരിക്കും ഈ എസ്തെറ്റിക് സർജറികളുടെ ഒരു സ്കോപ്പ് ഇരിക്കുന്നത്? കുറേയൊക്കെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്, കുറേയൊക്കെ വാനിറ്റി കൊണ്ടാണ്, കുറച്ചൊക്കെ അവർക്ക് ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ദാറ്റ് നീഡ്സ് കറക്ഷൻസ്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെ ഇതിന്റെ പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഇൻസെക്യൂരിറ്റിക്ക് എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഇൻസെക്യൂരിറ്റി മെജോറിറ്റി ആൾക്കാർ ഇൻസെക്യൂരിറ്റിയുടെ ഇതുകൊണ്ടായിരിക്കും. 70%. ഒരു 60% എന്തായാലും ഇതുണ്ടായിരിക്കും. ഒരു 25% ആൾക്കാർക്ക് വിൽ ഹാവ് എന്തെങ്കിലും ഒരു ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പം ബാക്കി ആൾക്കാർക്ക് ആസച്ച് അവർ ഭയങ്കര നല്ല ഇതായിരിക്കും. ബട്ട് ദെൻ അവർക്ക് ഒന്നും കൂടി ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ട്, അപ്പൊ നമുക്കത് ചെയ്ത് കളയാം. അതെ അതെ അതെ. ഇൻഫാക്ട് ഇപ്പൊ അത് മെല്ലെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എന്തായാലും ഐ ഫിനിഷ്, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറെ ഡിസ്പോസിബിൾ മണി ഉണ്ട്. വൈ ഡോണ്ട് ഐ ഡു ദാറ്റ്? വൈ ഡോണ്ട് ഐ ലുക്ക് യങ്ങർ? അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഇപ്പൊ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റീസ് മെയിൻലി യങ്ങർ പീപ്പിളാണ് കാണുന്നത്. അപ്പം നമ്മൾ കോളേജ് ഗോയിങ് ആള്, ഞാനൊക്കെ ജീവിച്ചിരുന്ന ആ സമയത്ത് കോളേജിൽ പോകുന്ന 80s നമുക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി കോളേജ് കുട്ടികൾ അത് വരാറുണ്ട്. ഇനീഷ്യലി എന്ത് പറ്റുന്ന വെച്ചാൽ ഇതൊരു ഗ്രഡേഷനാണ്. ഇനീഷ്യലി അവര് ബ്യൂട്ടി സലൂൺസിലും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയാം, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലെ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ ആവണം. അവർക്ക് കുറെ ഐഡൽസ് അവർ കാണും സോഷ്യൽ മീഡിയയിലൊക്കെ, അല്ലെ മേ ബി പോപ്പ് കൾച്ചറിലുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ എസ്പെഷ്യലി കൊറിയൻ പോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇത് കുറച്ചും കൂടി താടിയിൽ കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് വരാറൊക്കെ ഉണ്ട്. സോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ എല്ലാവരും എവ്രി വൺ ഇസ് വർക്കിംഗ്, എവ്രി വൺ ഇസ് ഏർണിംഗ് മണി, ഇവൻ കോളേജ് കുട്ടികളാണെന്ന് വെച്ചാൽ യങ് പീപ്പിൾ. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്കും പൈസ സൂക്ഷിച്ചു വെച്ച് എനിക്കൊരു വീടുണ്ടാക്കണം, അല്ല ഒരു കാറ് വാങ്ങിക്കണം, അങ്ങനെയൊന്നുമില്ല. കാറിന് ഊബറോ പോലെയുണ്ട്. വീട് നമുക്ക് എന്തിനാ, വീട് റെന്റൽ അല്ലേ. അപ്പൊ ബാക്കി ഐ ഹാവ് ടു സ്പെൻഡ് മണി ഫോർ മൈസെൽഫ്. അങ്ങനത്തെ കോൺസെപ്റ്റ്. ഐ വോണ്ട് എക്സ്പീരിയൻസസ്. അപ്പൊ യാത്രകളിൽ പോകുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട്. അങ്ങനെ സെൽഫ് ലവ് എന്ന് പറയാനല്ല, they feel that why
വൈ ഷുഡൻറ്റ് ഐ ഡു, യെസ് യെസ് യെസ്. അങ്ങനെ വൈ ഷുഡൻറ്റ് ഐ ഡു ദാറ്റ്. ഇപ്പം നമ്മൾക്കിപ്പോൾ കുറച്ച് മുടി പോയിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടി മുടി വെക്കണം എന്ന് വെച്ചാൽ വൈ നോട്ട്? സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അത് എക്സ്പ്ലോർ ചെയ്താൽ എന്താ തെറ്റ്? അതെന്താണ്? ഈ എസ്തെറ്റിക് സർജറികളിൽ ഇപ്പൊ എസ്തെറ്റിക് ഒക്കെ ആയിട്ട് പറയപ്പെടുമ്പോൾ ആദ്യം പറയുന്ന ഒരു ഏരിയ ആണല്ലോ ജോ ലൈൻ. മുഖത്തിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ജോ ലൈൻ എന്നൊക്കെയാ പറയുന്നത്. ജോ ലൈനിലാണോ ഇപ്പൊ എസ്തെറ്റിക് സർജറിയിൽ മാർക്കറ്റ് കൂടുതൽ? അങ്ങനെ പറയാൻ പറ്റില്ല. ജോലൈൻ ഇസ് വൺ ഓഫ് ദ ഏരിയാസ്. ജോലൈനിൽ പറഞ്ഞ മാതിരി കുറെ ഇൻട്രസ്റ്റ് ജോലൈനിലുണ്ട്. ബട്ട് ജോലൈനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ ഒരാളിനെ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് ഈ വ്യക്തി ഒരു സുന്ദരനാണല്ലോ അല്ലെങ്കിൽ ഒരു സുന്ദരിയാണല്ലോ എന്ന് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ണാണ് ഒരു മുഖത്തിൻ്റെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള സംഗതി, ഫീച്ചർ. അപ്പോൾ പക്ഷെ അത് ആക്ച്വലി അവർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടിനും ഏതാണ് കൂടുതൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത്. അപ്പോൾ കണ്ണ് കഴിഞ്ഞ് വെച്ചാൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇസ് ഐബ്രോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ചീക്കാണ്, നാലാമത്തത് ലിപ്പാണ്, അഞ്ചാമത്തത് നോസാണ്. ഇറ്റ് ക്യാൻ ബി നോസ് ആൻഡ് ലിപ്പ് രണ്ടും അടുത്തടുത്താണ്. പിന്നെയാണ് ജോ ലൈൻ വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഫോർഹെഡ് വരുന്നത്, ലാസ്റ്റ് ഇയർ. അങ്ങനെയാണ് അവർ അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇപ്പം സപ്പോസ് സംബഡി ഈസ് ഹാവിങ് ഒരു ഡബിൾ ചിൻ. ഓക്കെ, ഡബിൾ ചിൻ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് ഒബ്വിയസ് ആയിരിക്കും, അയ്യോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്താ നിനക്ക് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ 6 months 25 days ഉള്ളപ്പോഴാണ് ജനിക്കുന്നത്. ഞാനൊരു പ്രിമിച്ചർ ബേബിയാണ്. സോ ഞാൻ ഏകദേശം ഒരു 30 days പ്ലസ് ഞാൻ ഇൻക്യുബേറ്ററിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഈ ചെവി സാധാരണ ആളുകളെ പോലെ അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റെ ചെവിയുടെ ഈ ഇയർ ഹോളും വളരെ ചെറുതാണ്. അതെനിക്ക് എല്ലാ ഇയർഫോൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ചെവി എനിക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ? അപ്പോൾ ആ ചെവിയിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതൊരു കപ്പിയറാണ്. അപ്പോൾ ആക്ച്വലി നോക്കുക വെച്ചാൽ നമ്മൾ കോങ്കാന്ന് പറഞ്ഞിട്ട് അകത്തൊരു കുഴിയുണ്ട്, ആ കുഴിയുടെ ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ ഡെപ്ത് കൂടുതലാണെന്ന് വെച്ചാൽ ഈ ആന്റി ഹെലിക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ഇതാണ് ഹെലിക്സ്, ഇതിന്റെ ഫ്രണ്ടിൽ ആന്റി ഹെലിക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആന്റി ഹെലിക്സ് കുറെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മാതിരിയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ആ ഇയർ മാത്രമല്ല 2 ഇയറിന് ആ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യം, വിത്തൗട്ട് നമ്മൾ ഒരു മാർക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ദെൻ വിൽ യു കൺസിഡർ ദാറ്റ് ടു ബി എസ്തെറ്റിക് സർജറി ഓർ എ റീകൺസ്ട്രക്റ്റീവ് സർജറി? നമുക്ക് എന്തും പറയാം. ഇപ്പൊ അത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതില്ല. പക്ഷെ അത് ഒരു നമ്മൾ പറയുന്ന നോർമലിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പൊ അതിന് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വിൽ യു ഇൻക്ലൂഡഡ് എസ്തെറ്റിക് സർജറി ഓർ റീകൺസ്ട്രക്റ്റീവ് സർജറി? ഒരു ഇൻഷുറൻസുകാരൻ പറയും അത് എസ്തെറ്റിക് സർജറിയാണ്, അതായത് ഞാൻ ഇൻഷുറൻസ് തരില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം അതൊരു റീകൺസ്ട്രക്ഷൻ ആണ്, അതൊരു അതിനകത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ട്, ആ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഇതാണ്. അപ്പൊ എനിക്ക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാലേ? ഇല്ല, കിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസിന്റെ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഡു യു ഹാവ് എനി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും എനിക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ്, എല്ലാവരും അത് സൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കിട്ടില്ല, അത് ഇൻക്ലൂഡ് ആവില്ല. ഇല്ല. ഓക്കെ, ഈ ഇയറിലപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചില ആളുകളുടെ ചെവി കുറച്ച് വലുതായിരിക്കും. കോമൺ ആയിട്ട് എന്താ വെച്ചാൽ കപ്പ് ഇയർ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ഇതെല്ലാം ചുരുങ്ങിയിരിക്കും. ചില ആൾക്കാർക്ക് ഇത് പ്രോമിനന്റ് ആയിരിക്കും. ചില ആൾക്ക് പ്രോമിനന്റ് വെച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും, നമ്മൾ അങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെ നമ്മൾ സെറ്റ് ബാക്ക് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് സ്പോക്ക് ഇയർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സ്പോക്ക് ഇയർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു ക്യാപ്റ്റൻ സ്പോക്ക് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട്, മൂപ്പര് ചെവി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ചില ആൾക്കാർക്ക് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഓൾ കൺജനിറ്റൽ ഏരിയസ്. അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് വലുതായിരിക്കും, ചില ആൾക്കാർക്ക് ചെറുതായിരിക്കും, അതിനെയും കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ ഇയർ ലോബുകൾ ലേഡീസിനും ഭയങ്കര കോമൺ ആണ്, അവര് കമ്മല് പുറത്തോട്ട് പോകുന്നത്. അവർ ഷേപ്പിനല്ല ഇമ്പോർട്ടൻസ്, കമ്മല് ഈ ഓട്ട വലുതേ കമ്മല് പുറത്തോട്ട് പോകാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് സർജിക്കലി കറക്റ്റ് ചെയ്യാം, നോൺ സർജിക്കലി കറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇയേഴ്സിലും വരാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഫോർഹെഡ്. ഫോർഹെഡിൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഫോർഹെഡിൽ ഏറ്റവും കോമണസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ റിങ്കിൾസ് ആണ്. ഫോർഹെഡ് റിങ്കിൾസ് ആണ്, വരകൾ വരുന്നുണ്ട്. അപ്പൊ വരകൾ വരുന്ന സമയത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് വരകൾ വരാം. ആ വരകൾ വരുന്നത് ഏജ് റിലേറ്റഡ് ആയതുകൊണ്ട് വരാം, സ്ട്രെസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കൺപോള ചിലപ്പോൾ ഡ്രൂപ്പിംഗ് ആയിരിക്കും. ഓക്കെ,
ആ കൺപോള ഡ്രൂപ്പിംഗ് ആണെന്ന് വെച്ചാൽ ഡ്രോപ്പിംഗ് എന്ന് വെച്ചാൽ സാർ താഴത്തോട്ട് കിടക്കും. ആ. അപ്പൊ എന്താ വരുന്ന വെച്ചാൽ നമ്മുടെ വിഷൻ അത് ബാധിക്കും. വിഷനെ ഉം. ചെറുതായിട്ട് ഇത് അപ്പൊ അറിയാണ്ട് നമ്മളെ നെറ്റിങ്ങനെ കുറച്ച് മേളിലോട്ടാക്കും. അപ്പാണ് നമുക്ക് അത് നന്നായിട്ട് ഇത് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓൾവേസ് ഈ മസിൽസ് ആക്റ്റീവ് ആണ്. ഫ്രൊണ്ടാലിസ് മസിൽ ആക്റ്റീവ് ആണ്. ഫ്രൊണ്ടാലിസ് മസിൽ ആക്ഷൻ വരുമ്പോൾ ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഈ ലൈൻസ് വരുന്നത്. അത് യൂഷ്വലി യങ് പീപ്പിളിലാണ് അത് കാണാറുള്ളത്. അങ്ങനെ അത് വരുന്നത്. ചില ആൾക്കാർക്ക് ബ്രോട്ടോസിസ് ഉണ്ടായിരിക്കും. ഇത് ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോ കുറച്ച് താന്ന് കിടക്കും. അപ്പൊ അതിനെ നമ്മുടെ ശരീരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതിനെ മേളിലോട്ടാക്കും. അവർക്കും ഈ ലൈൻ വരും. അപ്പൊ അത് ഫങ്ഷണൽ റീസൺ ആണ്. അത് ജസ്റ്റ് വയസ്സുകൊണ്ട് വരുന്ന സാധനമല്ല. അപ്പൊ ഈ നെറ്റിയിലെ വരകൾക്ക് സർജറി ഉണ്ടോ? ഓഫ് കോഴ്സ്. എന്താ സർജറിയുടെ പേര്? അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട് ടു ഡു. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിമ്പിൾ കാര്യം എന്ന് വെച്ചാൽ സർജറി ഒന്നും ഇല്ലാണ്ട് ഇഞ്ചെക്ഷൻസ്, ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ ചെയ്തു എന്ന് വെച്ചാൽ വിത്തിൻ ഒരു 4 days to 1 week ആ ലൈൻസ് കംപ്ലീറ്റ്ലി പോകും. ഓ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആക്ടറാണ്, ആക്ടറിന് എക്സ്പ്രഷൻ വേണമല്ലോ. അപ്പൊ നമ്മൾ ഇത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എക്സ്പ്രഷൻസ് ഒന്നും കിട്ടില്ലല്ലോ, എന്ന് വെച്ചാൽ ചലനം ഉണ്ടാവില്ല. അപ്പൊ ചലനം പാർഷ്യൽ ചലനം വെച്ച് ചെയ്യാവുന്ന ടെക്നിക്സ് ഉണ്ട്. അതാണ് യൂഷ്വലി ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് യൂഷ്വലി ബോട്ടോക്സിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആ എക്സ്പ്രഷൻസ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അവർക്ക് ദേഷ്യം, സങ്കടമൊക്കെ വന്നു വെച്ചാൽ അതൊന്നും സർപ്രൈസ് ഒക്കെ കാണിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൂടുതൽ ഫില്ലേഴ്സ് യൂസ് ചെയ്യും. സോ ദാറ്റ് ആ ലൈൻസ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ കുഴിയുടെ അവിടെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അത് യൂഷ്വലി ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രോട്ടോസിസ്, ഐബ്രോ കുറച്ച് താന്നിരിക്കുക. അപ്പോൾ ഐബ്രോനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. ഐബ്രോനെ ലിഫ്റ്റ് ചെയ്യുന്നത് ചെറിയ ഇൻസിഷൻസ്, ഫോർഹെഡിൽ 2 ചെറിയ ഇൻസിഷൻസ് ഇട്ടിട്ട് അതിനകത്ത് കൂടെ നമുക്ക് ആ ഫുൾ സ്കിന്നും ഐബ്രോവും എല്ലാം നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കണ്ണ് കംപ്ലീറ്റ്ലി തുറക്കും, ഒരു ഇൻട്രസ്റ്റിംഗ് ഐസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അപ്പർ ഐലിഡ് ടോസസ് ആയിരിക്കും. അപ്പർ ഐലിഡിൻ്റെ ടോസസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡെർമറ്റോക്കലേസസ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് തൊലി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ സാധനത്തിന് നമ്മൾ പോയി ബോട്ടോക്സ് ഒന്നും ചെയ്ത്, ബോട്ടോക്സ് ചെയ്താൽ നെഗറ്റീവ് കൗണ്ടർ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ആ സ്കിന്നിന് എടുത്ത് കളയും, ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളയും. സോ അപ്പോൾ അങ്ങനെ ഓരോ ഇഷ്യൂവിനും റീസൺ നമ്മൾ കറക്റ്റായി കണ്ടുപിടിക്കണം. ഇപ്പൊ ഇറ്റ് ഇസ് നോട്ട് വൺ ട്രീറ്റ്മെന്റ് ഫിറ്റ്സ് ഓൾ. ഇറ്റ് ഇസ് എന്ത് ഫോർഹെഡ് ലൈൻസിനും ബോട്ടോക്സ് അല്ല ട്രീറ്റ്മെന്റ്. അപ്പൊ ചിലതിന് നമ്മൾ ബ്രോ കറക്ഷൻ ചെയ്യേണ്ടി വരും, ചിലതിന് ഐലിഡ് കറക്ഷൻ ചെയ്യേണ്ടി വരും, ചിലതിന് നമുക്ക് ആ ഏജ് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് PRP, ദാറ്റ് ഇസ് അല്ലെങ്കിൽ നമ്മൾ എനർജി ബേസ്ഡ് ഡിവൈസസ്, അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കറക്റ്റ് ചെയ്യും. ഫാറ്റ് ഇഞ്ചെക്ഷൻസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓരോന്നും ഓരോ കാര്യങ്ങളാണ് ഉള്ളത്. അടുത്തത് ജോ ലൈൻ. അതിനു മുമ്പ് ആദ്യം ഒന്ന് പറഞ്ഞു തരും, എന്താ ശരിക്കും പെർഫെക്റ്റ് ജോ ലൈൻ, അതിനെങ്ങനെ പറയാം? ഓക്കെ, ജോ ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ദർ ഷുഡ് ബി എ ഡെഫിനേഷൻ ബിറ്റ്വീൻ യുവർ ചീക്ക് ഓക്കെ ആൻഡ് യുവർ നെക്ക്. അതായത് ഒരു നമ്മളുടെ കവിളും കഴുത്തും നമ്മൾ ഒരു ഡിഫൈനിങ് ഏരിയ വേണം. ബേസിക്കലി എന്താണ് ലൈറ്റ് ആൻഡ് ഷാഡോ. ലൈറ്റ് വീഴുന്നു, ഷാഡോ താഴെ കാണാൻ പറ്റണം. അതാണ് അതിൻ്റെ ഇത് വന്നത്. ഷാഡോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയായിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതാണ് ബാക്കത്തെ 1/3 ഇമ്പോർട്ടൻറ്റ്. ദർ ഷുഡ് ബി എ ഡെഫിനേഷൻ ബിറ്റ്വീൻ ദറ്റ്. സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആക്ച്വലി നിങ്ങൾ വലിച്ചു നോക്കിയാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സെൻറ്ററിൽ ഞങ്ങൾ കൈ പിടിച്ച് ഇവിടെ വലിച്ചു വെച്ചാൽ ഇത് അനങ്ങും, ഫ്രണ്ടിലോട്ട് വന്ന് വലിച്ചു വെച്ച് ഇവൻ അനങ്ങില്ല. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിഗമെന്റ് ഉണ്ട്, മാൻഡിബുലാർ ലിഗമെന്റ് ഉണ്ട്, അതിന്റെ ബാക്കിൽ ലിഗമെന്റ് ഇല്ല. ഓക്കെ, ആ ലിഗമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇവൻ മെല്ലെ വിത്ത് ഏജ് ഇത് മെല്ലെ തൂങ്ങി വരും. അപ്പൊ ഇവിടെ വന്ന് ഇവൻ താഴത്തോട്ട് വരും, പിന്നെ മേളിലോട്ട് ഒരേ ലൈനിലോട്ട് വരും. അപ്പൊ ഒരേ ലൈനിലായിരിക്കില്ല. ഐഡിയൽ ജോ ഷുഡ് ബി ഇൻ വൺ സിംഗിൾ ലൈൻ. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ താഴത്തോട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒന്നുകിൽ സർജിക്കലി കറക്റ്റ് ചെയ്യാം, നോൺ സർജിക്കലി കറക്റ്റ് ചെയ്യാം. സർജിക്കലി കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നെക്ക് ലിഫ്റ്റ് ചെയ്യും, ഫേസ് ലിഫ്റ്റ് ചെയ്യും, അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നോൺ സർജിക്കലി ഓർ സിംപ്ലർ തിങ്സ് ആർ ഫാറ്റ് ലൈപ്പോസക്ഷൻ. ഇവിടുത്തെ കൊഴുപ്പിന് നമ്മൾ ചെറിയ ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ഇവിടുത്തെ കൊഴുപ്പിനെ എടുത്ത് മാറ്റും. ഇവിടെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ ആ കൊഴുപ്പ് എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് ജോ ലൈൻ താഴത്തെ ആ ഏരിയ നന്നായിട്ട് സക്ക് ചെയ്തെന്ന് വെച്ചാൽ നല്ല ജോ ലൈൻ ഫോം ചെയ്യും. പ്ലസ് ഇപ്പൊ നമുക്ക് എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്. എനർജി ബേസ്ഡ് ഡിവൈസസ് എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ലിഗമെന്റ്സിനെ ടൈറ്റ് ആക്കും, സ്കിന്നിനെ ടൈറ്റ് ആക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക്
ആ നല്ല ഡബിൾ ചിന്നുള്ള ആള് സർജറി ആ ഒരു ചെറിയ സർജറി എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല. നമ്മൾ ലോക്കൽ അനസ്തീസിയയിലാണ് ഫുൾ ചെയ്യൽ. ചെറിയ ദ്വാരത്തിനകത്ത് കൂടെയാണ് സക്ഷൻ ചെയ്യുന്നത്. അതിനകത്ത് കൂടെ എനർജി ബേസ്ഡ് ഡിവൈസും കൊടുക്കുന്നത്. അത് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഇന്ന് പോസ്റ്റ് ഓപ്പ് തന്നെ അവർ എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഇതൊക്കെ പോയി നല്ല ആംഗിളും ഈ സെർവൈക്കോമെന്റൽ ആംഗിളൊക്കെ നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് വരും. അത് നമ്മുടെ മുഖത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനെ ബാധിക്കുമോ? ഫേഷ്യൽ എക്സ്പ്രഷനെ ബാധിക്കില്ല. ഇഫ് ഡൺ വെൽ ബാധിക്കില്ല. അത് നമുക്ക് ഒരു മസിലുണ്ട്, ആ മസിലിന്റെ ബാക്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ ലൈൻസ് വരുമല്ലോ, ആ മസിലിന്റെ ബാക്കിലാണ് നെർവ് ഉള്ളത്. അതിന്റെ ഫ്രണ്ടിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ യൂഷ്വലി അതിനൊന്നും ബാധിക്കില്ല. ശരി, ലിപ്പിന് എന്തൊക്കെ എൻഹാൻസ്മെന്റ്സ്? ലിപ്പ് ഭയങ്കര ഇപ്പൊ കോമൺലി ഡൺ ഇപ്പൊ ഒരു ഇതായി. ഇപ്പൊ ഇതിപ്പോ എസ്പെഷ്യലി വാലന്റൈൻസ് ഡേ ഒക്കെ വന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ ഒരു 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 ലിപ്പിന് ഭംഗി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. സോ അപ്പൊ അത് നമ്മൾക്ക് യങ്ങർ പീപ്പിളിന് നമ്മൾക്ക് ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൾഡർ പീപ്പിളിന് ആസ് യു സെഡ് വിത്ത് ഏജിങ് നമ്മുടെ ലിപ്സ് ഡീഫ്ലേറ്റഡ് ആയിപ്പോ. ലിപ്പ് മലയാളത്തിൽ ലളിതമായി പറയാം. അതായത് നമ്മളൊരു ബലൂണില് കാറ്റ് ഊതി നിറച്ച ഒരു ബലൂണില് കാറ്റ് മെല്ലെ ഇത് വെച്ച് ബലൂണിന്റെ മെല്ലെ സൈസ് കുറഞ്ഞു വരില്ലേ, അതേമാതിരി തന്നെ ഈ ചുണ്ടത്തെ വോളിയൂം ചുങ്ങി വരും. ഓക്കെ. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ അപ്പർ ലിപ്പിന്റെ ലെങ്ത് കൂടും, ഹൈറ്റ് കൂടാൻ തുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ ഈ ചുണ്ട് മേളിലോട്ട് നിൽക്കുന്ന ചുണ്ട് മെല്ലെ താഴത്തോട്ട് വരാൻ തുടങ്ങും. അതായത് അപ്പർ ലിപ്പ് കാണാണ്ടാവും വയസ്സ് കൂടുന്തോറും. പിന്നെ കുറച്ചും കൂടി നാള് കഴിയുമ്പോഴേക്കും ഇതിലിപ്പോ ഈ നമ്മളെ ലിപ്പിന് കുറേ ഡിഫൈൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒരു ലിപ്പ് ശരിക്കും നിങ്ങൾ കാണണം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു ഭരതനാട്യം ആർട്ടിസ്റ്റ് അങ്ങനെ ആരുടെയെങ്കിലും ഒരു മേക്കപ്പ് കഴിഞ്ഞു കണ്ടു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് ലിപ്പിന്റെ ആ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ലിപ്പിന്റെ ഏറ്റവും മേൾ ഭാഗത്ത് നമ്മളൊരു വൈറ്റ് റോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ വൈറ്റ് റോൾ ഇങ്ങനെ ഒറ്റ ലൈനല്ല, അത് മേളിലോട്ട് വന്ന് പീക്ക് ചെയ്ത് അതിന് ക്യൂപ്പിഡ്സ് ബോ എന്ന് പറയും. ക്യൂപ്പിഡ് എന്ന് പറയുന്നത് വെച്ചാൽ തന്നെ ഈ പ്രണയത്തിന്റെ മാലാഖമാരെയാണ് ക്യൂപ്പിഡ്. ആ ക്യൂപ്പിഡ് അതന്നെ, ആ അമ്പാണ് അമ്പല്ല വില്ലാണ് ഇവിടെ അതെ ബോ ആണ്, ക്യൂപ്പിഡ്സ് ബോ. അത് മേളിലോട്ട് വരുന്നു, അതിന്റെ പിന്നെ താഴത്തോട്ട് വരുന്നു, പിന്നെ താഴത്തുനിന്ന് വീണ്ടും പൊങ്ങി വന്ന് ഇങ്ങോട്ട് വരുന്നു. അതിനാണ് ക്യൂപ്പിഡ്സ് ബോ എന്ന് പറയുന്നത്. ആ ക്യൂപ്പിഡ്സ് ബോ ഡിഫൈൻ ആവണമെന്ന് വെച്ചാൽ അതിന്റെ മേളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ലൈറ്റ് കളർ ഒരു സംഗതി ഉണ്ട്. ആ ലൈറ്റ് കളർ സാധനത്തിനാണ് നമ്മൾ വൈറ്റ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ആണ് ഏറ്റവും അത് നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ ലിപ്പിന് കാണാൻ ഭയങ്കര ഇതാണ്. നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ലിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആളിനെ നോക്കുന്ന സമയത്ത് ആളുടെ ലിപ്പായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ. രണ്ടാമത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മേളില് ഈ 2 ലൈൻ ഉണ്ട്, ഫിൽട്ടർ കോളംസ് ഉണ്ട്, 2 ലൈൻസ് ഉണ്ട്, 2 ഒരു മൂക്കിന്റെ അങ്ങോട്ടേക്ക് ഡയറക്റ്റഡ് ആയിട്ട് 2 ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് വിത്ത് ഏജിങ് അത് ആ ഒരു ഷാർപ്നെസ് ഒക്കെ പോവും, അതൊക്കെ ഡെഫിനിഷൻ പോവും. പിന്നെ ഇതിന്റെ അപ്പർ ലിപ്പിന് നേരെ സെൻട്രൽ ഒരു ട്യൂബർക്കിൾ ഉണ്ട്, അതൊരു വോളിയൂം വരണം. ഈ അപ്പർ ലിപ്പിന്റെ താഴ്ഭാഗമുണ്ട്, കീഴ്ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു ലൈൻ അല്ല, അത് ആക്ച്വലി ഇങ്ങോട്ട് മേളിലോട്ട് വന്ന് താഴത്തോട്ടൊന്ന് വന്ന് പിന്നെയും മേളിലോട്ട് വന്ന് അങ്ങനെ ആ ഒരു ചെറിയൊരു കുനിപ്പ് അവിടെ വേണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി തരുന്നത്. അതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ലിപ്പ് അട്രാക്റ്റീവ് ആണെന്ന് പറയും. ഇപ്പൊ ഞാനിപ്പോ ആരുടെ അടുത്തെങ്കിലും ഒരു കോമൺ പേഴ്സൺ അടുത്ത് അവരുടെ ലിപ്പ് ഒന്ന് കൊള്ളാല്ലേ, അപ്പൊ കൊള്ളാം. എന്താ കാരണം? അത് കാണാൻ ഭംഗിയുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ ഇതൊക്കെയാണ് ആ ഭംഗി വരുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിനെ അതിലോട്ട് ആകർഷിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് സർജറി അല്ലാണ്ട് ഇഞ്ചെക്ഷൻസിൽ നമുക്കത് ചെയ്യാം. അപ്പൊ അത് ഭയങ്കര ഒരു റിക്വയർമെന്റ് വരുന്ന ഏരിയ ആണ്. ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെയാണോ പറയാ? അതായത് എനിക്കൊരു കാമുകനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാമുകിയുണ്ട്, എന്റെ ചുണ്ടുകൾ ഭയങ്കര ഭംഗിയായിരിക്കണം, അത് അങ്ങനെയാണോ അവരുടെ? അവിടുന്നില്ല എനിവേ, ബട്ട് സീ ഇറ്റ് ഇസ് ലൈക്ക് ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങളാണ്. വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നു. ഇപ്പൊ ചോക്ലേറ്റ്സിനും ഫ്ലവേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു അറിയായിരുന്നു. ഇത് വളരെ പുതിയൊരു പല ആൾക്കാരും അവരുടെ പാർട്ട്നേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ചുണ്ടിന് വരുന്ന സർജറി അല്ലേ? സർജറി അല്ല, ഇറ്റ്സ് ഓൾ ഇഞ്ചെക്ഷൻസ്. ഇറ്റ് ഓഫ് എന്താണ് പറയുന്നത് 10 മിനിറ്റ്സിന്റെ പരിപാടിയുള്ളൂ. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ചുണ്ടിനൊരു ഭംഗി വെക്കാമെങ്കിൽ. പ്രണയിനിക്ക് അല്ലെങ്കിൽ കാമുകന് അല്ലെങ്കിൽ കാമുകിക്ക് ചുണ്ടുകൾ സമ്മാനിക്കുന്ന അതന്നെ വാലന്റൈൻസ് ഡേ. അപ്പൊ ഐദർ വാലന്റൈൻസ് ഡേ ആയിരിക്കും, അല്ലെ അവരുടെ ബർത്ത്ഡേക്ക് ആയിരിക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ പേരുണ്ട്. മൂക്കിന്
കലാകാലമായിട്ട് ആൾക്കാർക്ക് ഏറ്റവും ഫാന്റസി ഉള്ളൊരു അവയവമാണ് മൂക്ക്. ഷാർപ്പ് നോസ്. സോ നോസിന് പല കാര്യങ്ങളുണ്ട്. ഷാർപ്നെസ് എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ ഷാർപ്നെസ്? ഷാർപ്നെസ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ അതും ഈ ലൈറ്റാണ് അതിൻ്റെ ഒരു വലിയൊരു കഥാപാത്രം. കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് വീഴുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ 2 ലൈൻസ് വീഴും, 2 സൈഡ്, അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലും ലൈറ്റ് എന്ന് വെച്ചാൽ 2 സൈഡിൽ ലൈൻ വീഴും. ആ 2 ലൈനിനും ശരിക്കും പറഞ്ഞു വെച്ചാൽ അത് ഐബ്രോയിൽ കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഐബ്രോ ആണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം. കാരണം വെച്ചാൽ ഈ ഐബ്രോ ആ ഒരു പ്രത്യേക രീതിയിലാണ്, അത് നമുക്ക് വരാം. ആ ഐബ്രോ ഷുഡ് കണ്ടിന്യൂ ഇൻ ടു ദ ഡോർസൽ എസ്തെറ്റിക് ലൈൻ. അതായത് മൂക്കിൻ്റെ ഐബ്രോന്ന് ഇങ്ങനെ വന്ന് മൂക്കിൻ്റെ മേളത്തെ ഡോർസൽ എസ്തെറ്റിക് ലൈനിൽ വന്ന് ജോയിൻ ചെയ്ത് അതിങ്ങനെ താഴത്തോട്ട് വന്ന് ഡൈവേർജ് ചെയ്യണം. അപ്പം മേളിൽ ഇതിൻ്റെ വിഡ്ത്ത് 8 millimeter ആയിരിക്കാം, താഴത്തോട്ട് വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി മോർ ദാൻ 1 centimeter ആയിരിക്കും. അങ്ങനെ കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഇത് ചെയ്തെന്ന് വെച്ചാൽ ആ നോസ് ആ സപ്പോസ് ടു ബി ലുക്ക് മോർ ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. പല ആൾക്കാർക്കും ഫങ്ഷണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫങ്ഷണൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ വളഞ്ഞിട്ടായിരിക്കും, പാലം വളഞ്ഞിട്ടായിരിക്കും, ഫങ്ഷണൽ പ്രോബ്ലം ആണ്. ദ്വാരം വലുതാവുന്നതൊക്കെ ഫങ്ഷണൽ ഇഷ്യൂ വരുന്നതാണ്. അതില്ല, ദ്വാരം വലുതാവുന്നത് മിക്കവാറും കഞ്ചനറ്റൽ ജനിക്കുമ്പോഴേ അങ്ങനെയായിരിക്കും, ആ മൂക്കിന്റെ ഷേപ്പ് അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഫങ്ഷണൽ പ്രോബ്ലം വെച്ചാൽ സാധാരണ DNS, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. അപ്പോൾ അത് വെച്ചാൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടാവും, അലർജി, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തും ആൾക്കാർക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആ മേളിൽ പുറത്ത് കാണുന്ന സാധനമൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ, അതിനെ ഭംഗിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഈ ഇപ്പൊ മൂക്കിന് ശരിയാക്കുന്ന സർജന് റീനോപ്ലാസ്റ്റി എന്നാണല്ലോ പറയാ. റൈനോപ്ലാസ്റ്റി സെപ്റ്റവും കൂടി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സെപ്റ്റോറൈനോപ്ലാസ്റ്റി. സെപ്റ്റോറൈനോപ്ലാസ്റ്റി ആകുമ്പോഴേക്കും അത് ഫങ്ഷണൽ സർജറി ആയി, സെപ്റ്റം കറക്റ്റിംഗ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ മൂക്ക് കുത്തുക അല്ലെങ്കിൽ സെപ്റ്റം പിയേഴ്സിംഗ് ചെയ്യുക, അതൊക്കെ പോസിബിൾ ആണോ? അതൊക്കെ ചെയ്യാൻ പറ്റുമോ? മൂക്കിന് സെക്കൻഡ് പിയേഴ്സിംഗ് ചെയ്യാറുണ്ടോ? ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് കോളമല്ലയില് ഒരു റിംഗ് ഇടുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. ഓക്കെ, സർജറിക്ക് ശേഷം അല്ലേ? ഓ ഗ്രേറ്റ്. ഐബ്രോ ആൻഡ് ഐസ്, അതിനെന്തൊക്കെ സാധ്യതകളുണ്ട്? സോ ഐബ്രോസിന്റെ ഷേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു മെയിൽ ഐബ്രോ ഇസ് ഡിഫറെന്റ് ഫ്രം എ ഫീമെയിൽ ഐബ്രോ. മെയിൽ ഐബ്രോ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, മോർലെസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നമ്മുടെ ഈ എല്ലുണ്ട്, ഇവിടെ എല്ലുണ്ട്, സൂപ്പർ ഓർബിറ്റൽ റിം ഉണ്ട്. കണ്ണിൻ്റെ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വാരത്തിനകത്താണ് ഐബോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഓർബിറ്റിൻ്റെ മേളത്തെ ഭാഗം അതാണ് സൂപ്പർ ഓർബിറ്റൽ റിം. ആ സൂപ്പർ ഓർബിറ്റൽ റിമ്മിൽ വേണം അത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചില സമയത്ത് അത് കുറച്ച് താന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ നെറ്റി ചുളിച്ചിട്ട് അതിനെ മേളിലോട്ടാക്കാൻ ശ്രമിക്കും. ഓക്കെ, അവർക്ക് താന്നിരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും നെറ്റിയിൽ റിങ്കിൾസ് ഉണ്ടായിരിക്കും, കണ്ണിൻ്റെ ഈ ഭാഗത്തും, അതായത് കണ്ണിൻ്റെ ഇടയിൽ മൂക്കിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ലൈൻ വരും, ബണ്ണി ലൈൻ എന്ന് പറഞ്ഞിട്ട് ലൈൻ. ഇതെല്ലാം താന്ന് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ ഒരു ചെറിയൊരു ലൈൻ വരും. അപ്പോൾ അവർ ഇതിനെ മേളിലോട്ടാക്കാനും ഇത് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ശ്രമിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ലൈൻസ് അവിടെ വരുന്നത്. അത് ആണുങ്ങളുടെ കാര്യം. സ്ത്രീകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ഐബ്രോ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ്, സൂപ്രോബറ്റൽ റിം, എന്നിട്ട് അത് ഒരു ആംഗിൾ, ഒരു 12 degree ആംഗിളിൽ മുകളിലോട്ട് കയറിപ്പോവും. എന്നിട്ട് അവൻ ഇതിന്റെ മീഡിയൽ 2/3 ലാറ്ററൽ 1/3 അതിന്റെ ജംഗ്ഷനിലാകുമ്പോഴാണ് പീക്ക് വരേണ്ടത്. എന്നിട്ട് അത് താഴത്തോട്ട് വരണം. അതാണ് ഒരു കണക്ക്. ഓക്കെ, ഈ കണക്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടാവാം. അത് ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ജനറലി അതാണ് കണക്ക്. അപ്പോൾ ഇവിടെ ഫുൾ ബോഡീഡ് ആയിരിക്കണം, മുകളിലോട്ട് വന്ന് താഴത്തോട്ട് വരുമ്പോഴേക്കും അത് തിന്നായിട്ട് വരണം. അതാണ് അതിൻ്റെ ഈവൻ ഡിറക്ഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഐബ്രോ അത്ര വോള്യൂം ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഐബ്രോയിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കും, ഹെയർ വെച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നമ്മൾ വെക്കേണ്ട ലൈൻസ് എങ്ങനെയാണ്, അതിന്റെ ഡയറക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരുടെ കണ്ണ് ഭയങ്കര കുഴിഞ്ഞിട്ടായിരിക്കും, കണ്ണ് അകത്തോട്ടായിരിക്കും. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ ഐബ്രോവും നമ്മുടെ ഈ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, കൺപോളയുടെ മേളിലൊരു ലൈൻ വരും നമ്മൾ കാണുന്ന സമയത്ത്, അതിന്റെ ആ ഗ്യാപ്പ് കുറയുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് വോളിയം കൂട്ടിക്കൊടുക്കുക. അതിന് എ ഫ്രെയിം ഡിഫോമിറ്റി എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ വോളിയം വെച്ചിട്ട് ഒന്നുകിൽ ഫില്ലേഴ്സ് വെച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാം, അല്ലാന്ന് വെച്ചാൽ ഫാറ്റ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ കണ്ണുകൾക്ക് എന്തൊക്കെ കോസ്മെറ്റിക് സർജറീസും എൻഹാൻസ്മെന്റ്സ് ഒക്കെ പോസിബിൾ? കണ്ണ് പേഴ്സൺ ഒന്നും ചെയ്യാറില്ല, ബട്ട് കണ്ണിന്റെ ചുറ്റുമുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ഐലിഡ്സ്. കണ്ണിന് അങ്ങനെ സർജറി ഇടില്ല. കണ്ണിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനകത്ത്
അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. പക്ഷെ കണ്ണിന്റെ ചുറ്റും, അതായത് കണ്ണിന്റെ ഷട്ടർ, ഉം. അതിന്റെ അപ്പർ ഐലിഡും ലോവർ ഐലിഡും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉം. അപ്പൊ അപ്പർ ഐലിഡും ലോവർ ഐലിഡും ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ അപ്പർ ഐലിഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് തൊലി ഇങ്ങനെ തൂങ്ങി കിടക്കാം. അപ്പൊ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്തോ വെച്ചാൽ കണ്ണ് കുറച്ചും കൂടി തുറന്ന മാതിരി ഉണ്ടാവും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ആക്ച്വലി ഫോർഹെഡും ഒക്കെ കറക്റ്റഡ് ആയി പോകും. കണ്ണിന്റെ അടിയിൽ ഐ ബാഗ്സ് വരാറുണ്ട്, ഐ ബാഗ്സ്. അപ്പോൾ ഐ ബാഗ്സ് വന്നു വെച്ചാൽ ഈവൻ യങ് പീപ്പിളിന് ഐ ബാഗ്സ് വന്നു വെച്ചാൽ അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ആൾക്കാർ വിചാരിക്കും എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്, അല്ല വേറെ കുറച്ചും കൂടി ഇതായെന്ന് വെച്ചാൽ അവർ പറയും വെള്ളമടിക്കാരനാണ്, അങ്ങനെ ഇത് വരുന്നത്. അത് ബേസിക്കലി നമ്മുടെ ഐബോളിന്റെ ചുറ്റുമുള്ള ഫാറ്റ്, ഇൻട്രോർബിറ്റൽ ഫാറ്റ് ഹേർണിയേഷൻ ആണ് അത് നടക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഹേർണിയേഷൻ നമ്മൾ ഇതിനെ ഒന്നുകിൽ നമ്മൾക്ക് ഫില്ലേഴ്സ് വെച്ച് അടിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ത്രെഡ്സ് വെച്ച് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ചെറിയ പ്രോബ്സ് വെച്ച് അതിനെ അലിയിച്ച് കളയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സർജിക്കലി അതിനെ എടുത്ത് മാറ്റാൻ പറ്റും. സർജിക്കലി മാറ്റുന്ന പുറത്തു കൂടെ മാറ്റാൻ പറ്റും, കണ്ണിന്റെ അകത്തു കൂടെ മാറ്റാൻ പറ്റും. അങ്ങനെ 2 രീതിയിലും മാറ്റാൻ പറ്റും. ഇപ്പൊ ഫേസിനെ മൊത്തം കവർ ചെയ്തല്ലോ സാർ. ഇപ്പൊ ഇതിന്റെ ഒരു ചിലവ് എന്ന് പറയുന്നത്, ചീക്ക് കവർ ചെയ്തില്ല. സോറി, ചീക്കിൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ചീക്കാണ് തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഫേസ്. ആഫ്റ്റർ ഐ ആൻഡ് ദ ഐബ്രോ, ചീക്ക് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ്. ചീക്കിന് കുറെ കണക്കുകളുണ്ട്. അതായത് സ്ത്രീകൾക്കാണ് മെയിൻലി ചീക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കവിള് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വൈ ഡസ് സംബഡി ലുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ള ക്വസ്റ്റ്യനിൽ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് ലിഫ്റ്റഡ് ലുക്ക് എന്നാണ്. ലിഫ്റ്റഡ് ലുക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ കവിള് പൊങ്ങിയിരുന്നു വെച്ചാൽ ഭംഗി കൂടുതലായി തോന്നും. ഓക്കെ, ഈ കവിള് പൊങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു മാലാർ എമിനൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇവിടെയാണ് അതിന്റെ ആ ലൈറ്റ് മാക്സിമം വരുന്നത്. അതവിടെ പൊങ്ങിയിരിക്കുക, അതിന്റെ ഫുൾനെസ് ഉണ്ട്. എസ്പെഷ്യലി ലേഡീസിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബാക്കിലോട്ടാണ് ആ ഫുൾനെസ് വരേണ്ടത്. ആ ഫുൾനെസ് വരുന്ന സമയത്ത് അവരെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് റൂഷ് അടിക്കുന്നത്. ഇവരുടെ അടിയിൽ ഒരു ഡാർക്ക്നെസ് അടിക്കും, അപ്പൊ ഇവിടെ കുറച്ചുകൂടി ലൈറ്ററായി തോന്നും. അപ്പൊ ഇവിടെ ഒരു ഫുൾനെസ് വരി തോന്നും. ആക്ച്വലി നമ്മൾ അതിന് ഫുൾനെസ് വരുത്തും. ഒന്നുകിൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഫാറ്റ് വെച്ച് അവിടെ ഫുൾനെസ് വരുത്തും. ഫുൾനെസ് വരുത്തുന്ന സമയത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി വരും. ഇവിടെ നമ്മൾ താഴെ നേസോലേബിയൽ ഫോൾഡ് ഉണ്ട്. ഇവിടെ വയസ്സാവും തോറും ഇതിങ്ങനെ താഴ്ത്തോട്ട് വരും. താഴ്ത്തോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഫോൾഡ് കൂടിക്കൊണ്ടിരിക്കും. ആ ഫോൾഡിന്റെ ഇതിവിടെ ഫുൾനെസ് വരുമ്പോൾ ആ ഫോൾഡ് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമായി തോന്നും. ഓക്കെ. ഇപ്പൊ ഇത്രയും നമ്മൾ മുഖത്തെ മുഴുവനും കവർ ചെയ്തല്ലോ. ഇതിനുള്ള ചെലവ് പലപ്പോഴും ഈ വാർത്തകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ പല വെബ്സൈറ്റുകളിലൊക്കെ വായിക്കുന്ന ഒരുപാട് ലക്ഷങ്ങൾ, ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്, സാധാരണക്കാരന്റെ കൊക്കിലൊതുങ്ങാത്തതെന്നൊക്കെയാണ്. ശരിക്കും ഇതിന്റെയൊക്കെ ചെലവ് സാധാരണക്കാരന് താങ്ങാൻ ഓരോ ആൾക്കാരുടെ ആവശ്യം വരികയല്ലേ. ഇപ്പൊ അതിനൊരു പ്രൈസ് റേഞ്ച് സാറിന് പറയാൻ പറ്റുമോ? പിന്നെന്താ, ഇതിനകത്ത് ഒന്നിനും MRP ഇല്ല എക്സെപ്റ്റ് ഫോർ ദ തിങ്സ് ദാറ്റ് യു ബൈ. മറ്റേ പ്രൊസീജിയേഴ്സിന് ഒന്നിനും MRP ഇല്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓരോ ഹോസ്പിറ്റലിന് ഓരോ ഇതായിരിക്കും, കാഴ്ചപ്പാടായിരിക്കും ഉള്ളത്. മിക്കവാറും ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഹൗ മച്ച് ടൈം ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക്. നമ്മളെ തിയേറ്റർ ടൈം എത്രയായിരിക്കും ഉണ്ടാകുന്നത്, തിയേറ്റർ ടൈം അനുസരിച്ചിട്ട് അവർ റേറ്റ് ഫിക്സ് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് തിയേറ്റർ, ക്വാളിറ്റി ഓഫ് സ്റ്റാഫിന്റെ സാലറി, ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ. പ്രീമിയർ ലൊക്കേഷനിലാണെന്ന് വെച്ചാൽ കൂടുതൽ അവർക്ക് റെന്റൽ കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ റെപ്യൂട്ടേഷൻ, അങ്ങനെ കുറെ ഇത് വെച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലിന്റെ ചാർജ് വരുന്നത്. പിന്നെ ഡോക്ടേഴ്സിന്റെ റേറ്റ്, ഇപ്പൊ ഡോക്ടർ പറയും ഇതാണ്, അപ്പോൾ കുറെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു റേറ്റ് ചിലപ്പോൾ കൂടുതൽ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല. ബട്ട് ഇറ്റ് ക്യാൻ ഗോ എനിവേ ഫ്രം നമ്മൾ ഈ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അപ്പ് ഫ്രം 20,000 rupees ടു അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പർ ലിമിറ്റ് എന്തോ അപ്പർ ലിമിറ്റ് ഉള്ളത്, അത് എന്തും ആവാലോ. എന്തും ആവാം. അത് ഓരോ ആൾക്കാർ ഓരോ ഡിഫിക്കൽട്ടി, ഓരോ ഇതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. എസ്പെഷ്യലി ഭയങ്കര ഇറിറ്റേറ്റിംഗ് പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മളെ റേറ്റ് എപ്പോഴും കൂടുതൽ പറയും. കാര്യം വെച്ചാൽ എങ്ങാനും അങ്ങനെ വെച്ചാൽ പോയി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി എന്തൊക്കെയാ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ബോഡി ഡിസ്മോർഫിയ. അതായത് ബോഡി ഡിസ്മോർഫിയ എന്ന് വെച്ചാൽ അവർക്ക് അൺനാച്ചുറൽ റിക്വയർമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര എനിക്ക് റിയൽ ലൈഫ് പേര് പറയാത്ത കേസ് സ്റ്റഡീസ് പറയുന്നത് അല്ല, എന്താ ചോദിച്ചാൽ അവർക്ക് എപ്പോ നോക്കിയാലും അവർ കണ്ണാടി നോക്കണം, എപ്പോ നോക്കിയാലും ഇതിങ്ങനെ ചെയ്യും. എപ്പോഴും ഇതിവിടെ പ്രോബ്ലം ആണ്, ഇത് പ്രോബ്ലം ആണ്, എപ്പോഴും അവന്റെ ശരീരത്തിനെ കുറിച്ച്, അവന്റെ എല്ലാം അവന്റെ ശരീരമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ പാർട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവനെ പിടിക്കാത്ത രീതിയിലായാൽ എന്ത് സംഭവിക്കും?
അങ്ങനെ ഒഴിവാക്കിയുടെ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്താ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിയർഡ് റിക്വയർമെന്റും പിന്നെ അതിനെ അങ്ങനെ വിയർഡ് റിക്വയർമെന്റ് അല്ല. ഇപ്പൊ അവൻ പറയുന്ന റിക്വയർമെന്റ് നമ്മളെ സംബന്ധിച്ചാലും വേറൊരാൾ പറഞ്ഞു വെച്ചാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ അവൻ ഭയങ്കര വർക്ക്ഡ് അപ്പ് ആണ് അതിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ വർക്ക്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹി ഷുഡ് ഗെറ്റ് സം സൈക്കാട്രിക് ഓർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആൻഡ് ഹി ഷുഡ് കാം ഡൗൺ and then he has to make realistic appearance. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് കാര്യം എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരാൾ വന്നിട്ട് പറയും എനിക്ക് ഇങ്ങനെ മുടി എനിക്ക് വേണം, ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഫോട്ടോ അതാ കണ്ട ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സോറി ബോസ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഞങ്ങൾക്ക് അത്ര മുടിയില്ല. രണ്ടാമതെന്ന് വെച്ചാൽ അതൊരു അൺനാച്ചുറൽ ആണ്. പിന്നെ ഞങ്ങൾക്ക് മുടി പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ അത് ഭയങ്കര, ഇവിടെ ഫ്രണ്ടിൽ നെറ്റിയിൽ മുടി ഉണ്ടാവും, ബാക്കിൽ മുടി ഉണ്ടാവില്ല. അതൊരു ഭയങ്കര വിയേർഡ് ലുക്കിംഗ് അപ്പിയറൻസ് ആയിരിക്കും. So you tell them and then you send them off. അതായത് അല്ലെങ്കിൽ ചില ആൾക്കാർ മൂക്കിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ഇതുണ്ടായി. എസ്പെഷ്യലി മാക്സിമം നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഹാവ് ബീൻ കിൽഡ് ബൈ പേഷ്യൻസ് ആഫ്റ്റർ റൈനോപ്ലാസ്റ്റി. അപ്പൊ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇങ്ങനത്തെ കേസായിട്ടുള്ള വരുന്ന നമ്മൾ എപ്പോഴും നോക്കണം, അതായത് റിയലിസ്റ്റിക് ഓർ നോട്ട്. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.